നമ്മളത് കേട്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതിങ്ങനെ പോയാൽ നമ്മുടെ താത്രിക്കുട്ടിയുടെ സംഭവം പോലെ ഓരോന്നോരോന്നായിട്ട് വരും അല്ലേ, ഓരോന്നോരോന്നായിട്ട് വരും. ഇതിപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു എന്നതിനേക്കാൾ ഉപരി എന്നെ നയിക്കുന്നത് എന്താണെന്നറിയോ? എന്നെ നയിക്കുന്നത് ഇനി നമ്മുടെ ഈ സിനിമാ ഫീൽഡിൽ വരുന്ന 10,000-കണക്കിന് വരുന്ന നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. ഒരു സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഒറ്റക്ക് സിനിമാ ഫീൽഡിൽ വന്ന് അവരുടെ പ്രവൃത്തി ചെയ്ത് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. നമുക്ക് തരുന്ന ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ രംഗത്ത് WCCയുടെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യപൂർവ്വം ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വലിയ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സംരക്ഷണത്തിനുള്ള ഒരു മാഗ്ന കാർട്ടയാണ് എന്ന് ഞാൻ പറയും. കാരണം ഇതിനി അങ്ങനെയാണ് വരാൻ പോകുന്നത്. സർക്കാർ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി അതാണല്ലോ നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ഇന്നുവരെ ചെയ്തിട്ടുണ്ട്. കാരണം വളരെ പ്രഗത്ഭനായും പ്രശസ്തനുമായിട്ടുള്ള സിനിമാ താരത്തെ അടക്കം അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടപടിയെടുക്കാത്ത ഒരു ഗവൺമെൻറ്റാണെന്ന് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധ്യമല്ല. ഒരു കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിച്ചു എന്നത് കേരളത്തിൽ പറയാൻ സാധ്യമല്ല. കേരളത്തിന് പുറത്ത് എത്രയോ കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കോടതിയുടെ ഒരു വിമർശനം ഇന്നേ വരെ ഒരു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരിന് കേൾക്കേണ്ടി വന്നിട്ടില്ല. അതേസമയത്ത് ഈ കഴിഞ്ഞ ദിവസം ബംഗാൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബംഗാൾ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞതെന്തായിരുന്നു? ഇങ്ങനെയൊരു ഗവൺമെൻറ് ഉണ്ടോ, ഇങ്ങനെയൊരു പോലീസുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഏതായാലും പ്രത്യേകിച്ച് സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഇടയാക്കിയിട്ടുള്ള എക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് ആരോപിക്കപ്പെട്ടാൽ അവർക്കെതിരെ നിയമം വേണം. നിയമപരമായിട്ടുള്ള രീതിയിലാണ് ഗവൺമെൻറ് പോവുക. അല്ലാണ്ട് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ആക്ഷനല്ല. ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ വളരെ ദൃഢചിത്തരായിട്ടാണ്. കാരണം മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞു ആരും ഇതൊന്നും അറിയില്ല. ഇതിൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും പരാതി തരാൻ തയ്യാറായാൽ ആ പരാതി തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് അന്വേഷിക്കാൻ നടപടിയെടുക്കാം. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ രണ്ടുപേരും പോലീസിൽ പരാതി കൊടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വമേധയാ കേസെടുത്തിട്ട് ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ രഞ്ജിത്തിനെതിരായിട്ടും സിദ്ദീഖിനെതിരായിട്ടുള്ള കേസുകളുണ്ടല്ലോ, അതിൽ പോലീസിന് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിലാണ് ഇപ്പം പ്രശ്നം ഇരിക്കുന്നത് അല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാം ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഗവൺമെൻറ്റും ഒന്നും ഒരു മുൻകൂർ വിധിയായിട്ട് പറയേണ്ട കാര്യമില്ല. ഹൈക്കോടതി ഈ റിപ്പോർട്ടിൻ്റെ നാനാവശങ്ങളും വളരെ പ്രൈവറ്റായിട്ട് വെച്ചിട്ടുള്ള പുറത്ത് കാണിക്കരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുള്ള വിവരാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗം അതുൾപ്പെടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അവരത് പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും എത്രയോ കേസുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സോമോട്ടോ കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിനനുസരിച്ച് ഗവൺമെൻറ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് സംഭവങ്ങളും ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് രാജിക്കിടയാക്കാനുണ്ടായ രണ്ട് സംഭവങ്ങളും അത് ഈ റിപ്പോർട്ടിൻ്റെ പാർട്ടല്ല. റിപ്പോർട്ടിനെ തുടർന്ന് മുമ്പ് നടത്തിയിട്ടുള്ള ചില ആരോപണങ്ങൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അവർ പക്ഷേ വീണ്ടും രംഗത്ത് വരികയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതാണ്. അപ്പം അതിൽ കേസെടുക്കാൻ അല്ല ഇപ്പോൾ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് എറണാകുളം ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടെന്ന് വരുന്ന സാഹചര്യത്തിൽ ആ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അതെല്ലാം പുറത്ത് പറഞ്ഞതിന് ശേഷം ഭാഗത്ത് പറയല്ല. ഈ സംഭവം നമ്മൾ അതിനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികൾ സിനിമാ മേഖലയിലേക്ക് വരുന്നതിനുള്ള ഒരു മാഗ്ന കാർട്ടയായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറും. അവർക്ക് ഇന്ന് വരെ ഒരു സേഫ്റ്റി ഫീലിംഗ് അല്ല സിനിമാ മേഖലയിൽ. അതുകൊണ്ടാണ് അവർ അമ്മേനെയും കൂട്ടിയിട്ട് വരുന്നത്, അച്ഛനെയും കൂട്ടിയിട്ട് വരുന്നത്. ഈ സേഫ്റ്റി ഫീലിംഗ് മറ്റെല്ലാ തൊഴിലിടങ്ങളിലും ഉള്ളതുപോലെ ഒരു സുരക്ഷിതത്വ ബോധം കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ
ഈ രേഖ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അപ്പോൾ അവർ രാജിവെച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും. നമുക്കാരെയും ഇവിടെ കുറ്റവാളികളായിട്ടുണ്ടെങ്കിൽ രക്ഷിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിലെ സ്ത്രീത്വം, അവർ ഈ തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ചും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം നിറഞ്ഞ ജീവിതം, അത് അവസാനിപ്പിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. അത് ദേശീയ തലത്തിൽ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടാൽ കുറ്റവാളികൾക്ക് ശിക്ഷയുണ്ട് എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്. ഞാൻ എത്ര സംഭവമാണെങ്കിലും കത്വ നിങ്ങളെടുത്തോളൂ, ഉന്നാവ് നിങ്ങളെടുത്തോളൂ, ഇപ്പോഴത്തെ കൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ സംഭവം എടുത്തോളൂ. എത്ര സംഭവങ്ങളാണ് ഞാൻ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിയെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റില്ല, ഗവൺമെൻറ്റിനെ കുറിച്ച് ആകെയും പറയാൻ പറ്റില്ല. മറിച്ച് ഇത് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമൊന്നുമില്ല കാലതാമസം. അത് ഈ ചിലതിൻ്റെ ചില സംവിധാനങ്ങളുണ്ടല്ലോ, സംവിധാനങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ വന്ന് പറയുന്നു, പിന്നെ പറയുന്നു കുറച്ച് ഭാഗം അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ശരി, അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇനിയത്തെ വിഷയം എന്ന് ഞാൻ പറയുന്നത്, കുറ്റവാളികളായിട്ടുള്ളവർക്കെതിരെ പരാതിക്കാർ വരട്ടെ. ഞാനത് എൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് അവർ വരട്ടെ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കലങ്ങി തെളിയും.